ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 109 സങ്കീർത്തനം 17 വാക്യം. ശാപം അവന് പ്രിയമായിരുന്നു, അതവന് ഭവിച്ചു. അനുഗ്രഹം അവന് അപ്രിയമായിരുന്നു, അതവനെ വിട്ടകന്നുപോയി. ഒരിക്കൽ ഒരിടത്ത് എല്ലാറ്റിനും പരാതി പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ എല്ലാ പ്രവൃത്തികളിലും കഷ്ടപ്പാടുകൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവൾക്ക് ദൈവത്തോടും മറ്റെല്ലാവരോടും ദേഷ്യമായിരുന്നു. ഒരിക്കൽ ഒരു സന്യാസി അവളുടെ വീടിൻ്റെ വാതിൽക്കൽ മുട്ടി. ദേഷ്യം കാരണം അവൾ വാതിൽ തുറന്നില്ല. പക്ഷേ തുടർച്ചയായി സന്യാസി മുട്ടിക്കൊണ്ടിരുന്നതിനാൽ വാതിൽ തുറക്കാൻ ശ്രമിച്ച അവളുടെ കാൽ കതകിൽ മുട്ടി കാലിൻ്റെ പെരുവിരൽ ചതഞ്ഞു. അപ്പോഴും ദൈവത്തോട് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് വാതിൽ തുറന്നു. അവളുടെ ദേഷ്യഭാവം കണ്ട് സന്യാസി ദേഷ്യത്തിൻ്റെ കാരണം അന്വേഷിച്ചു. ദൈവം തന്നോട് ചെയ്യുന്നതെല്ലാം അനീതിയാണെന്ന് അവൾ പറഞ്ഞു. അവൾക്ക് വേണ്ടി താനൊന്ന് പ്രാർത്ഥിക്കട്ടെയോ എന്ന് സന്യാസി ചോദിച്ചു. ഏതായാലും അവൾ സമ്മതിച്ചു. സന്യാസി അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അവളുടെ ജീവിതാവസാനം വരെ ഇങ്ങനെയായിരിക്കും എന്ന്. സന്യാസി ചോദിച്ചു, അതിന് പരിഹാരമൊന്നുമില്ലേ? ദൈവം പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ പരിഹാരമുണ്ടാകും. സന്യാസി വീണ്ടും അവളെ സന്ദർശിച്ച് ഏത് കഷ്ടത്തിനു വേണ്ടിയും ദൈവത്തിന് നന്ദി പറയുവാൻ നിർദ്ദേശിച്ചു. ഏതായാലും അവൾ സന്യാസിയെ അനുസരിച്ചു. അതോടെ അവളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി തുടങ്ങി. ക്രമേണ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഇടയായി. വീണ്ടും സന്യാസി ദൈവത്തോട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, അവളുടെ മനോഭാവത്തിൽ വ്യത്യാസമുണ്ടായതിനാൽ ജീവിതത്തിലും വ്യത്യാസമുണ്ടായി. കഷ്ടങ്ങൾ അനുഗ്രഹമായി മാറി. എപ്പോഴും പരാതിക്കാരായ ചില ആളുകളുണ്ട്. എന്ത് കാര്യമായാലും അവർക്ക് പരാതിയെ ശേഷിക്കും. ജീവിത പങ്കാളിയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും സ്നേഹിതരെയും അങ്ങനെ എല്ലാവരെയും കുറിച്ച് അവർക്ക് പരാതിയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതം എപ്പോഴും പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കും. എന്തെന്നാൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സ് ഒരു മാഗ്നറ്റ് പോലെയാണ്. അവരുടെ ചിന്ത എന്താണോ അങ്ങനെയാണ് അവർ ആയിത്തീരുന്നത്. അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ മനസ്സ് അനുഗ്രഹങ്ങളെ ആകർഷിക്കും. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർ പ്രശ്നങ്ങളെ ആകർഷിച്ച് ജീവിതം പ്രശ്നസങ്കീർണമാക്കി തീർക്കും. നന്ദി നിറഞ്ഞ ഹൃദയമുള്ളവർക്ക് ധാരാളമായി നന്മകളുണ്ടാകും. ദുഷിച്ച കാര്യങ്ങൾ ചിന്തിക്കുന്നവർ ദുഷിപ്പുകളിൽ മുങ്ങിപ്പോകും. ശ്രേഷ്ഠവും ഉന്നതവുമായവ ചിന്തിക്കുന്നവർക്ക് അങ്ങനെയുള്ള അനവധി അനുഭവങ്ങൾ ഉണ്ടാകും. ഇവിടെ പരാതിയെക്കുറിച്ച് ചിന്തിക്കുന്ന സ്ത്രീക്ക് തൊടുന്നതെല്ലാം പരാതിക്ക് കാരണമായി. എന്നാൽ അവൾ ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങിയപ്പോൾ അവളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. ആകയാൽ നന്മയെക്കുറിച്ചും ശ്രേഷ്ഠമായതിനെക്കുറിച്ചും ചിന്തിപ്പാൻ ആവശ്യമായ ഒരു നല്ല ഹൃദയം നാം ഏവർക്കും ഉണ്ടാകേണ്ടതാണ്. ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ളത് എത്രയധികം നന്മകളാണ്. ഇല്ലായ്മയിലേക്ക് നോക്കുന്നതിന് പകരം ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലും വല്ലായ്മകളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പിറുപിറുപ്പ് കൂടാതെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ ഈ ദിവസമായിരിക്കാൻ തക്കവണ്ണം, ജീവിതാന്ത്യം വരെ അങ്ങനെ ആയിത്തീരുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.